പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മാർച്ച് മാസം 18-ാം തീയതി ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ നമുക്ക് പറയുവാൻ എന്താ ഉള്ളത്? നമുക്ക് പ്രശംസിപ്പാൻ ഉണ്ടാവുള്ളത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളെ ഓരോ സമയവും കർത്താവ് കാത്തു പരിപാലിക്കുന്നത് ഓർക്കുമ്പോൾ നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം രാവിലെ അധികാലത്ത് നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ഉണർന്നത്. ആരോഗ്യത്തോടെ എഴുന്നേറ്റത് കർത്താവിൻ്റെ കൃപയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ച ദൈവത്തിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, കൈപിടിച്ച് നടത്തുന്ന കർത്താവിന്, ആമേൻ, സൗഖ്യത്തോടെ നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ, കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നന്ദി. ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ കിട്ടുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയൽ. സ്തോത്രം പറയാൻ കിട്ടുന്ന അവസരം നമ്മൾ തക്കത്തിൽ ഉപയോഗിച്ചോണം. എത്രമാത്രം സ്തോത്രം പറയാമോ അത്രയും സ്തോത്രം കർത്താവിന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക, 33-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, നീതിമാന്മാരെ കർത്താവിൽ ഘോഷിച്ചുല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ, വാദ്യഘോഷത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അപ്പ ഒരുക്കി തന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഇത് അപ്പ തന്ന സമയമാണ്. ഞങ്ങൾ ഈ സമയത്ത് കർത്താവിന് നന്ദി പറയുന്നു. അപ്പ ഉണ്ടാക്കിയ ദിവസമാണ്. ഈ ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ലോകവ്യാപകമായി ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. എല്ലാവരുടെയും ആവശ്യങ്ങൾ കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഇത് അത്ഭുതത്തിൻ്റെ പകൽക്കാലമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇത് ദൈവപ്രവൃത്തിയുടെ പകൽക്കാലമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം അനുഭവിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ പകർച്ചയുടെ പകൽക്കാലമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ കുടുംബങ്ങൾക്കകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന പകൽക്കാലമായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആരോഗ്യവും ദൈവകൃപയും വ്യാപരിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിരലുകളിൽ നീര് വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ആ കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും ജോയിന്റുകളിൽ ഉണ്ടായിരിക്കുന്ന സ്വെല്ലിങ്ങുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ നഖത്തിനുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയുണ്ടാകട്ടെ. അതുപോലെ കാൽ വണ്ണയ്ക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഷോൾഡർ പെയിനാൽ ബുദ്ധിമുട്ടുന്നവർ, കൈ പൊക്കുവാൻ കഴിയുന്നില്ല, കൈ കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയാതെ ഷോൾഡറിന് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ അത്ഭുത വാതിലുകൾ തുറന്നു വരട്ടെ.
സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെ കർത്താവ് വിടുവിക്കണം. എക്സാംസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10th and 12th ഗ്രേഡേഴ്സിനെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അവർ എക്സാംസിൽ കർത്താവിൻ്റെ പ്രത്യേക കൃപ വ്യാപരിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ബിസിനസ്സിൽ ദൈവിക അഭിവൃദ്ധി ഉണ്ടാകട്ടെ, ഉയർച്ച ഉണ്ടാകട്ടെ. ആമേൻ. ക്ഷീണിച്ചിരിക്കുന്നവരുണ്ട് കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ അവർക്ക് അഭിവൃദ്ധി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും ദൈവിക ആരോഗ്യവും ദൈവിക സൗഖ്യവും എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി കർത്താവിന് വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപയിൽ അവരെ പൊതിയണം. ദൂതന്മാർ അവരെ കാവൽ ചെയ്യുന്നതിന് സ്തോത്രം. പ്രായമായ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങവരെ കരുതുന്നതിനായിട്ട് സ്തോത്രം, അങ്ങവരെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ അവരെ മറയ്ക്കുന്ന കൃപകൾക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ലൈഫിൽ കർത്താവ് പകരട്ടെ. പ്രത്യേകിച്ച് ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിന് കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട് എല്ലാവരും അവൻ ഇന്നലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമാക്കി തീർത്ത കർത്താവിന് നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് അവൻ നാളെ നമുക്ക് മീറ്റിംഗ് കൊണ്ട് കർത്താവ് അനുവദിച്ചാൽ ആ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നാളത്തെ മീറ്റിങ്ങിനെ വളരെ അത്ഭുതമാക്കി തീർത്തിരിക്കുന്നതിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ഓരോ മീറ്റിങ്ങുകളിലും വെളിപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ലോകവ്യാപകമായൊരു ഉണർവുണ്ടാകണമെങ്കിൽ ദൈവിക പ്രവൃത്തികൾ നടന്നേ മതിയാകുകയുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ മീറ്റിങ്ങുകളിലും വെളിപ്പെടുവാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവ് അതിനുവേണ്ടി എല്ലാവരും ഒരുക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചന ഈ സദൃശ്യവാക്യം അതിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. പ്രോവർബ്സ് ചാപ്റ്റർ നമ്പർ 13 verse 3. അവിടെ പറയുന്നു, വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അധരങ്ങളെ പിളർക്കുന്നവനെ നാശം ഭവിക്കും. അതിൻ്റെ മേളത്തെ വാക്യം 2-ാമത്തെ വാക്യം പറയുന്നത്, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും. 3-ാമത്തെ വാക്യം പറഞ്ഞ, വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ജീവനെ സൂക്ഷിക്കുന്നു. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വായെക്കുറിച്ച്, നമ്മുടെ വാക്കുകളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ വീണ്ടും നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അതൊന്നീ നമുക്ക് നന്മയായി മാറും, അല്ലെങ്കിൽ അത് നമുക്ക് തിന്മയായി മാറും. ആമേൻ. അതുകൊണ്ട് നെഗറ്റീവായ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഏത് നെഗറ്റീവ് സാഹചര്യത്തിലാണെങ്കിലും, ഒരു പക്ഷേ സാഹചര്യം നെഗറ്റീവായിരിക്കാം, പക്ഷേ സാഹചര്യം വളരെ മോശമായിട്ട് തോന്നുന്ന അവസ്ഥയായിരിക്കാം, എങ്കിലും നമ്മുടെ നാവിൽ നിന്ന് കഴിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ വരാതിരിക്കുന്നത് ആമേൻ, ആമേൻ, അത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ജീവൻ്റെ വാക്കുകൾ പറയുക. ദൈവവചനം തന്നെ നമ്മുടെ വായിൽ നിന്ന് വരിക. അപ്പോൾ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പറയുക, എനിക്ക് ക്ഷമയില്ല. ഈ ക്ഷമയില്ല എന്നൊരു പദം നമ്മുടെ നാവിൽ നിന്ന് വരരുത്. കാരണം കർത്താവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കുവാൻ ചിലർ പറയുന്നത്, എനിക്കങ്ങ് ക്ഷമയില്ല, ഭയങ്കര മുൻകോപം. അപ്പം നമുക്ക് മുൻകോപമാണെന്ന് നമ്മൾ നിരന്തരം പറയുമ്പോൾ നമ്മളിലുള്ള മുൻകോപമാണ് വർദ്ധിക്കുന്നത്. അതിന് പകരം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, കർത്താവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് എൻ്റെ മുൻകോപങ്ങൾ മാറി എന്നിൽ ക്ഷമ വന്നിരിക്കുകയാണ് എന്ന് നമ്മൾ പറയാൻ പഠിക്കണം. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ക്ഷമ സമൃദ്ധമായിട്ടുണ്ടാകണം എന്നുള്ളതാണ് കർത്താവ്. ഒരു ഉദാഹരണമെന്നേ ഉള്ളൂ ഈ പറഞ്ഞത്. ആമേൻ, ആമേൻ. നമ്മളെന്നാ പറഞ്ഞു, ഞാൻ വളരെ ക്ഷമയുള്ള ആളാണ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇപ്പം നമ്മൾ ചിലർ പറയത്തില്ലേ, ഒരു പ്രശ്നം വന്നാൽ ഉടനെ ഞാനങ്ങ് അസ്വസ്ഥനായിപ്പോവും, എനിക്കങ്ങ് ഭയങ്കര ടെൻഷനാകും. അങ്ങനെ പറയുന്നതിന് പകരം പറഞ്ഞു, ഇപ്പം ക്രിസ്തുവിൻ്റെ ദൈവകൃപയാൽ ഇപ്പോൾ ഒരു പ്രശ്നമൊക്കെ വന്നാൽ അതിനെ അതിജീവിക്കാൻ എൻ്റെ മേൽ ദൈവം ശക്തി പകർന്നിട്ടുണ്ട്. എൻ്റെ ടെൻഷനുകൾ മാറി പഴയ പോലെ ചലഞ്ചസുകളൊക്കെ വരുമ്പോൾ ഞാൻ അതിനെ പഴയ പോലെ ടെൻഷൻ അടിക്കത്തില്ല എന്ന് പറയാൻ പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറയത്തില്ലേ, ഒന്നുമില്ല എന്ന് ശരിയാകുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം നെഗറ്റീവാണ് കൊണ്ടിരുന്നത്. അയ്യോ ഞാൻ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ചിലർ പറയുന്ന അതെനിക്ക് കിട്ടിയില്ല, ഞാനങ്ങ് അങ്ങനായി പോയേന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ ഉപേക്ഷിക്കുക. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള ദൈവം നൽകുന്ന നല്ല വാക്കുകൾ മാത്രം പറയുക. പിതാവിൻ്റെ സ്വഭാവത്തെ നമ്മളിലൂടെ വെളിപ്പെടുത്തുക. പിതാവ് എന്താഗ്രഹിക്കുന്നു അത് തന്നെ നമ്മൾ പറയുവാൻ ആഗ്രഹിക്കുക. അവിടെ നമ്മളിന്ന് വായിച്ചത് എന്തുവാ? വായുടെ ഫലത്താൽ ഒരു
മനുഷ്യൻ നന്മ അനുഭവിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടുന്നത്. കാരണം നമ്മൾ യേശുവിൻ്റെ നാവാണെന്നൊരു ബോധം ഉണ്ടാകണം. ആമേൻ. നമ്മൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമാകുന്നു എന്ന് നമ്മൾ തന്നെ ഉറപ്പിക്കണം. കാരണം ക്രിസ്തുവായിരുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പം നമ്മൾ എവിടെ ചെന്നാലും അവിടെ സമാധാനം കൊടുക്കുവാനും സന്തോഷം കൊടുക്കുവാനും നമ്മളെ ദൈവം വിളിച്ചിരിക്കുക. ആമേൻ. ഇപ്പം എല്ലാവരും നമ്മളിൽ സന്തോഷവാന്മാരാകണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ നമ്മൾ എന്ന് ചെയ്യണം, നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം, അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്നതായിരിക്കണം, അവർക്ക് പ്രത്യാശ കൊടുക്കുന്നതായിരിക്കണം, അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ആമേൻ വളർത്തുന്ന വാക്കുകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. അതിന് പകരം ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, ഈ രോഗം ഈ രോഗമൊന്നും വന്നാൽ മാറത്തില്ല, ഇതിനു മുമ്പ് വന്നവർക്കൊന്നും മാറിയിട്ടില്ല എന്നുള്ള വാക്കുകളല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഒരാളുടെ അടുക്ക പോകുമ്പോൾ അവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന വാക്കുകളായിരിക്കണം. ആമേൻ. നമ്മളിങ്ങനെ ചെയ്യണം, സുവിശേഷങ്ങൾ വായിക്കണം. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കുകളെ ഈ ഇംഗ്ലീഷ് ചില ബൈബിളുകളിലൊക്കെ ചുമല അക്ഷരത്തിലാണ് സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞ വാക്കുകൾ എഴുതിയിരിക്കുന്നത്. അവിടെ നോക്കിയാൽ മതി. യേശു എങ്ങും പോയി നെഗറ്റീവായ സാഹചര്യങ്ങൾ പറയത്തില്ല, ഒന്നും സാധ്യമല്ലെന്ന് പറയത്തില്ല. അല്ലെങ്കിൽ യേശു പറയുന്ന വാക്കുകൾ കേട്ടു നിൽക്കുന്നവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന വാക്കുകൾ, കേട്ടു നിൽക്കുന്നവർക്ക് സന്തോഷവും പ്രത്യാശയും ജീവിക്കണമെന്ന ആഗ്രഹം കൊടുക്കുന്ന വാക്കുകളായിരുന്നു യേശു പറയുന്നത്. ഇതുപോലെ ആയിരിക്കണം നമ്മളും. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തി കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. മറ്റുള്ളവരുടെ പ്രതീക്ഷയും സന്തോഷവും കൊടുക്കുന്ന വാക്കുകളായിരിക്കണം. നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്നതായാലും സാഹചര്യങ്ങളിൽ ഏത് സാഹചര്യത്തിൽ പറയുന്നതായാലും നല്ല വാക്കുകൾ, നന്മയുടെ വാക്കുകൾ പറയുക. അതിന് നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ നമ്മൾ വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.